2006 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 25% വോട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം ഓ രാജഗോപാല മത്സരിച്ചു. ഷാഫി ഫീൽഡ് ചെയ്യുമ്പോൾ ആദ്യം ഭൂരിപക്ഷം കുറവാണ്, പക്ഷേ 2016 വരുമ്പോൾ പിന്നെ ഭൂരിപക്ഷമാണ്. ആ സമയത്ത് ഷാഫിക്ക് 47% അവിടെ വോട്ടുണ്ട്. പക്ഷെ പിന്നീട് ഷാഫിക്ക് പോലും ആ 47% എന്നുള്ളത് നിലനിർത്താൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയി CPM വോട്ടുകൾ കുറയാണ് ഇതേക്കുന്നത്. അതായത് കൂടുന്നതിൽ നിന്ന് ഒരോട്ട് പോലും കൂടുന്നില്ലെന്ന് മാത്രമല്ല, വോട്ടിന്റെ നമ്പറും കണ്ടിന്യൂസ് ആയി കുറഞ്ഞ് ഇപ്പൊ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് 25%. അതായത് 2006 ഓ രാജഗോപാൽ പിടിച്ച പെർസെൻറ്റേജിലേക്കാണ് 2021 CPM വന്ന് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള CPM മറ്റേ ട്രോളി വിവാദവും അതുപോലെ തന്നെ കള്ളപ്പണവും ബാക്കിയുള്ള അഭ്യാസങ്ങളും ഒക്കെ തന്നെ രാഹുലിനെ കുറച്ചുകൂടി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ പാലക്കാടേക്ക് കടന്നാൽ പാലക്കാട് എങ്ങനെയാണ് കാണുന്നത്? ഈ പാലക്കാടിൽ എല്ലാ ആളുകളും എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകളും എല്ലാം എടുക്കുന്നത് ഒരു 2011 മുതലുള്ള 3 തെരഞ്ഞെടുപ്പുകളൊക്കെയാണ്. ഞാൻ പറയുന്നത് നമ്മൾ അതുപോലും നോക്കിയാൽ പോരാ. യഥാർത്ഥത്തിൽ 2006 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 25% വോട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം ഓ രാജഗോപാല മത്സരിച്ചേക്കുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 25.68% വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മണ്ഡലമാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ജയിച്ചപ്പോൾ പോലും ആദ്യത്തെ ജയം നിസാരമാണ്. പക്ഷെ അതിനുശേഷം 1.34% വ്യത്യാസമുള്ളൂ ഈ പറയുന്ന ഏതാണ്ട് 1300 വോട്ടുകൾക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം ഇതിനു മുമ്പ് ദിവാകരൻ നൊന്താണ് CPM ആൾ അവസാനമായിട്ട് ജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഭൂരിപക്ഷമുള്ളൂ. അത് കഴിഞ്ഞ് 2011 മുതലാണ് ഷാഫി അവിടെ ഫീൽഡ് ചെയ്യുന്നത്. ഷാഫി ഫീൽഡ് ചെയ്യുമ്പോൾ ആദ്യം ഭൂരിപക്ഷം കുറവാണ്, പക്ഷെ 2016 വരുമ്പോൾ പിന്നെ ഭൂരിപക്ഷമാണ്. ആ സമയത്ത് ഷാഫിക്ക് 47% അവിടെ വോട്ടുണ്ട്. പക്ഷെ പിന്നീട് ഷാഫിക്ക് പോലും ആ 47% എന്നുള്ളത് നിലനിർത്താൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വോട്ട് കൂടിയിട്ടുണ്ട്. കാരണം വോട്ട് 2006 ശേഷം 2021 വരുമ്പോഴേക്ക് ഏതാണ്ട് 30,000 വോട്ട് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ കൂടിയതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. കോൺഗ്രസിന് ആകെ ഈ 47 പിന്നെ 42 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം പറയണം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാര്യമുണ്ട്. ഈ 30,000 വോട്ടുകൾ 35,000 വോട്ടുകൾ കൂടുകയാണ് ചെയ്യുന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ. പക്ഷെ അപ്പോൾ പോലും 2006 കിട്ടിയ വോട്ട്, അതായത് ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 36% വോട്ടാണ് CPM കിട്ടിയത്. അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയി CPM വോട്ടുകൾ കുറയാണ് ഇതേക്കുന്നത്. അതായത് കൂടുന്നതിൽ നിന്ന് ഒരോട്ട് പോലും കൂടുന്നില്ലെന്ന് മാത്രമല്ല, വോട്ടിന്റെ നമ്പറും കണ്ടിന്യൂസ് ആയി കുറഞ്ഞ് ഇപ്പൊ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് 25%. അതായത് 2006 ഓ രാജഗോപാൽ പിടിച്ച പെർസെൻറ്റേജിലേക്കാണ് 2021 CPM വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മണ്ഡലമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം 2 തവണ കഴിഞ്ഞ തവണ നമുക്കറിയാലോ, ഈ ശ്രീധരൻ 50,000-ലധികം വോട്ട് പിടിച്ചു. ഷാഫി പറമ്പിലും എന്ത് ചെയ്തിരുന്നു, 53,590 വോട്ട് പിടിച്ചു. അപ്പോൾ അത്തരത്തിൽ 3,500-ലധികം വോട്ടിൻ്റെ വ്യത്യാസമേ അവിടെ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം പറഞ്ഞാലും ഇത്തവണ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, BJPക്ക് ശരിക്കും അവിടെ നിന്നൊരു മെമ്പർ ഉണ്ടാവാൻ എല്ലാ സാധ്യതയുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലമായിരുന്നു പാലക്കാട്. ഓ രാജഗോപാൽ ഇവിടെ നിന്നൊക്കെ ജയിച്ചെന്ന് പറഞ്ഞാലും അത് നേമത്തെന്നൊക്കെ ആണെങ്കിലും അത് ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു സ്ട്രോങ് അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതിൽ ഇത്തവണ BJPക്ക് അത്തരത്തിലൊരു സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചേക്കാം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഈ ശ്രീധരന് കിട്ടിയ അത്രയും ഒരു പോപ്പുലർ വോട്ടുകൾ പിടിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, കൃഷ്ണകുമാർ അവിടെ നിന്ന് ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ പറയുന്ന BJPക്ക് അകത്ത് തന്നെ ഉണ്ട്. അവർക്ക് പക്ഷേ പൊതുജനങ്ങളുടെ അടുത്തൊക്കെയുള്ള ഒരു സ്വാധീനമൊക്കെ വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സ്വാധീനം അവിടെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത്, കൃഷ്ണകുമാർ അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിംസിൻ്റെ വോട്ട് പോലും കൃഷ്ണകുമാറിന് കിട്ടിയിരുന്നു. പക്ഷെ ഇത്തവണ അത് അങ്ങനെ തന്നെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ തോതിലുള്ള സംശയമുണ്ട്. അപ്പോൾ അത് പക്ഷേ അപ്പുറത്തും അതുണ്ട്. എന്താണ്, ഷാഫിക്ക് കിട്ടിയ അത്രയും വോട്ടുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ബ്ലോക്കായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അതിനിടക്ക് പോലും
നേരത്തെ പറഞ്ഞ ഒരു 40,000-45,000 വോട്ടുകൾ ഷുവർ ബെറ്റായിട്ടുള്ള ഒരു പാർട്ടിയാണ് BJPയും കോൺഗ്രസും. അതിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു വിരുദ്ധ വികാരവും നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരവും ഏറ്റവും കൂടുതൽ വോട്ടായി മാറാൻ സാധ്യതയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒന്ന്. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള CPMന്റെ മറ്റേ ട്രോളി വിവാദവും അതുപോലെ തന്നെ കള്ളപ്പണവും ബാക്കിയുള്ള അഭ്യാസങ്ങളും ഒക്കെ തന്നെ രാഹുലിനെ കുറച്ചുകൂടി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന്. പിന്നെ ഇതിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം കൂടി പറയാം. BJPക്കെതിരെ കോൺഗ്രസും അവിടെ പ്രചരണം നടത്തുന്നില്ല, CPMും പ്രചരണം നടത്തുന്നില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം CPM ആണെങ്കിലും അവിടെ വലിയ തോതിൽ കൃഷ്ണകുമാറിനെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ ഉള്ളൊരു പ്രചരണത്തിലേക്ക് അവിടെ പോയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്നില്ല. ഇനി അവിടെ ഉള്ളിലൊക്കെ പ്രചരണം നടത്തുന്ന അത്തരത്തിലുള്ളൊരു പ്രചരണത്തിലേക്ക് അവിടെ കാണുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ അവിടെ ഒരു ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനൊക്കെ പോലെയുള്ള കുറച്ചുകൂടി ഇതായിട്ടുള്ള ആളുകൾ നിന്നിരുന്നുവെങ്കിൽ അവിടെ ഒരുപക്ഷെ അത് കുറച്ചുകൂടി ഒരു വിജയം ഉറപ്പിക്കാൻ പറ്റും. ശോഭാ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ പാലക്കാട് വോട്ട് കൂട്ടിയിട്ടുള്ളൊരു 2016 ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ 9-10% വോട്ട് കൂട്ടിയ ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. അതായത് 2006 ഒ രാജഗോപാൽ വിളിച്ച് വോട്ട് 25%, 2011 വരുമ്പോൾ അത് പിടിക്കാൻ പറ്റിയില്ല, അത് 20% ചുരുങ്ങി, 19.6% ചുരുങ്ങി. പിന്നീടാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ അത്തരത്തിലുള്ളൊരു വോട്ട് കൂട്ടുന്നത്. അപ്പോൾ അത് പലപ്പോഴും അത്തരത്തിലുള്ളൊരു നമ്മൾ പറയില്ലേ, ഒരു ഇപ്പം കേരളം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ തോന്നുന്ന ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ കൃഷ്ണകുമാർ മോശം സ്ഥാനാർത്ഥിയെന്നല്ല, അവിടെ ഓക്കെയാണ്, പക്ഷേ നേരത്തെ പറഞ്ഞൊരു മീഡിയ പ്രസൻസും എല്ലാം കിട്ടാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിസഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പറ്റിയിട്ടുള്ള നിരവധി കുഴപ്പങ്ങൾ, അവർ അധികാരത്തിലേക്ക് വരികയും രാഷ്ട്രീയത്തിലേക്ക് വരികയും ഈവൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെയൊക്കെ തന്നെ പ്രതിച്ഛായ കേട്ടിട്ടുള്ള മങ്ങലുമൊക്കെ തന്നെ അവിടെ വലിയ തോതിൽ അവരെ ബാധിക്കും. അത് നേരത്തെ ഉണ്ടായ ഒരു ഗ്ലാമർ സത്യത്തിൽ നരേന്ദ്രമോദിക്ക് ഇപ്പം ഇല്ല. അപ്പോൾ അതൊക്കെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ വലിയ ഒരു ഫൈറ്റ് ഉണ്ടാവും. പക്ഷേ ആ ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നത് ഷാഫിയേക്കാൾ ഈസി ആയിട്ട് രാഹുൽ മാങ്കൂട്ടം. ഇതിൻ്റെ അകത്ത് ഈ ട്രോളി വിവാദം അത് എത്രമാത്രം വോട്ടാക്കി മാറ്റിയിട്ടുണ്ടോ? ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ, ഇതിൽ ശരിക്കും BJPയും CPMും കൂട്ടുകെട്ടാണ് എന്നുള്ള അല്ല, അത് VV രാജേഷും AR റഹീമും ഒക്കെ ഒരുമിച്ച് തോളോട് ചോൾ ചേർന്ന് നിന്ന് ഇവരെ എതിർക്കുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇപ്പം സത്യത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് BJPയുടെ സുജയ പാർവതിയൊക്കെ എല്ലാ തവണയും TV യിൽ ഇരുന്ന് പറഞ്ഞാൽ കേട്ടില്ല നിങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുന്നു? കാരണം അങ്ങനെ മത്സരിച്ചാൽ പിറ്റേ ദിവസം BJP വളരൂടെ, കാരണം കോൺഗ്രസ് CPM ഒരുമിച്ച് മത്സരിച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മത്സരം അവിടെ BJPക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ കാഴ്ചവെക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ട്രോളി വിവാദം മാത്രമല്ല നന്ദകുമാറെ, ഇത് ശരിക്കും മാധ്യമങ്ങളാണ് ട്രോളി വിവാദം മാത്രം. ഞാൻ പറയുന്നത് ട്രോളി ADGP MR അജിത് കുമാർ കണ്ടത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നം. അപ്പം ഇനി കെ സുരേന്ദ്രൻ്റെ ഒരു കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്ത, അതായത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അഴിമതി കേസ്, കാസർഗോഡിലെ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തുള്ള പ്രശ്നം. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തന്നെ ഇവരുടെ ഇടയിൽ ഒരു നെക്സസ് ഉണ്ട്. ഇത് രണ്ടും ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, BJPയുടെ ഒരു സാധാരണ പ്രവർത്തകർക്ക് പോലും ഇതിലുള്ളൊരു വിശ്വാസം ഒരുപാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അത് വീണ്ടെടുക്കാനുള്ള ഒരു പണിയും ശരിക്കും മറ്റേ CPMും ചെയ്തിട്ടില്ല, BJPയും ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, CPMക്ക് ഈ ട്രോളിയുടെ കാര്യത്തിൽ എന്ത് തന്നെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, CPMൊക്കെ പറയുമ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ശ്രദ്ധിക്കുന്ന കമ്മ്യൂണിറ്റി മുഴുവൻ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ CPM പറയണ്ട അപ്പോൾ എതിരായിരിക്കുമെന്ന് വിചാരിക്കണം. CPM ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടുത്തെ ഉള്ളൊരു ലോക്കൽ കമ്മിറ്റി മെമ്പർ തന്നെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ചന്ദ്രബാബു മറ്റേ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ വന്ന് സുരേഷ് ബാബു സുരേഷ് ബാബു എന്ന് പറയണ്ട, കള്ളൊരിക്കും സാറേ എന്ന് പറഞ്ഞാൽ ഇവർ വാ തുറന്ന് ഒരു കളവല്ലാതെ അഭ്യാസമല്ലാതെ ഇവർ ഒരു കാരണവശാലും ഒന്നും പറയില്ലെന്നാണ്. PP ദിവ്യയുടെ കേസിൽ ഞങ്ങൾ മറ്റേ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതവും കൂടി തോന്നിയിട്ടുണ്ട്. ഈ AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് CPMന് ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ കാര്യം എന്നറിയാം, AMMയുടെ രീതിയാണ് ഞങ്ങൾ മറ്റേ
ഇരക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പകരം വേട്ടക്കാരുടെ ഓടുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം പകരം പി ദിവ്യയെ ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാ കാര്യത്തിലും സംരക്ഷിക്കും. അത് എത്രമാത്രം പാലക്കാട് എഫക്റ്റ് ഉണ്ടാവും? അല്ല, അതൊക്കെ തന്നെ പാലക്കാട് എഫക്ട് ചെയ്യും. യഥാർത്ഥത്തിൽ CPM വിചാരിച്ച ഒരു കാര്യമുണ്ട്, ഒരു മണ്ടത്തരം. അതും കൂടി ഞാൻ പറയാം. CPM വിചാരിച്ചേക്കണത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഈ ചർച്ചകളൊക്കെ അവിടെ ഒഴിവാക്കി നിർത്തിയാൽ ജനങ്ങൾ ഇതൊക്കെ മറന്നു പോകുന്നതാണ്. വെറും ബോഷ്കാണ് അതൊക്കെ. യഥാർത്ഥത്തിൽ ഞാൻ ഈ നന്ദകുമാരോട് മറ്റൊരു കാര്യം കൂടി പറയാം. 82% അവിടെ സ്വാധീനം ചെലുത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആണ്. യഥാർത്ഥത്തിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പറയുന്ന പല കാര്യങ്ങളിലും ജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള വിശ്വാസ്യത അത് അടിമുടി തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം ശോഭാ സുരേന്ദ്രനും ആൻഡോ അഗസ്റ്റിനും തമ്മിലുള്ള പ്രശ്നത്തിൽ എത്രമാത്രം വിശ്വാസ്യതയാണ് ശരിക്കും റിപ്പോർട്ടർ TVക്കൊക്കെ തകർന്നു പോയത്. ഈ വീട്ടിൽ വന്നിട്ടുണ്ടായോ ഇല്ലേ എന്ന് പറയുന്ന ചോദ്യത്തിന് ഒഴികെ ബാക്കി ഏതെങ്കിലും ഒരു ആരോപണത്തിന് മറുപടി പറഞ്ഞു? മലപ്പുറത്ത് വന്ന് മറ്റേ പിടിച്ചിട്ടു, തുണിയില്ലാതെ മറ്റേ വേറെ ആളുകളെ വിളിച്ചു എന്ന് പറയുന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തത് മറ്റേ ഇത് ആരുടേതാണ് ഇത് എന്ന് ചോദിക്കുന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞില്ല. PFIയുടെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു, മറുപടി പറഞ്ഞില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചർച്ചയൊക്കെ ആളുകൾ കാണും. അതിപ്പോ ഞാനും നന്ദകുമാറും കൂടി ഇവിടെ ഇരുന്ന് തല്ലു പിടിക്കണമെങ്കിൽ ആളുകൾ കാണും. നമ്മളുടെ അയൽവക്കത്തൊരു വഴക്കുണ്ടായി എന്ന് പറയുന്നത് നമ്മൾ കാണും. മനസ്സിലായി? റോട്ടിൽ കിടന്ന് 2 പേര് ഹെൽമെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിപിടുന്നത് നമ്മൾ കാണും. എന്ന് പറഞ്ഞ് ഹെൽമെറ്റിൽ ഇടിച്ചവനെ കുറിച്ച് നമുക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാകില്ല. മനസ്സിലായി? അതിൽ സലീം കുമാർ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, റോട്ടിൽ ആരെങ്കിലും തുണിയില്ലാതെ ഡാൻസ് കളിച്ചാൽ മലയാളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മലയാളി നേരെ ചെന്ന് കുടുംബമൊക്കെ ആയിട്ട് എന്ന് കാണും. എന്നിട്ട് കണ്ടെല്ലാം കഴിഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ മലയാളി ചോദിക്കും, പക്ഷെ എന്തൊരു വൃത്തികേടാണ് ഈ കാണിക്കുന്നത്, ഇത് കാണിക്കാമോ എന്ന് ചോദിക്കും. എന്നാൽ അത്ര നേരം നമ്മൾ കാണും. അതേപോലെ തന്നെ ചാനലുകൾ കാണുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, മാതൃഭൂമിക്കും മനോരമയ്ക്കും ഉൾപ്പെടെയുള്ള ഒരാൾക്ക് പോലും ഇത്തരത്തിൽ ജനങ്ങളുടെ അടുത്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി സോഷ്യൽ മീഡിയ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിനൊരു അപകടവും കൂടിയുണ്ട്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്ത് എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ട് സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട, പകരം എനിക്ക് അത്തരത്തിൽ എന്നെ ആവേശഭരിതനാക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ മതി. മനസ്സിലായി? ഇപ്പോൾ മീഡിയ 1ന്റെ വാർത്ത കേൾക്കുമ്പോൾ ആഹാ ഇസ്രായേൽ തകർന്നു, ഹമാസ് അവിടെ തകർത്ത് പൊരിച്ചു, ശരിക്കും ബെഞ്ചമിൻ നെതന്യാഹു നാളെ നമ്മൾ വിചാരിക്കും അയാൾ വെള്ള വിഷം കുടിച്ച് ആത്മഹത്യ എന്ന് വിചാരിക്കും. മനസ്സിലായി? വേറൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ചെയ്യുന്നത് 100% ശരിയാണ്. അപ്പോൾ ഇതിനിടയിൽ പലപ്പോഴും നമ്മൾ സത്യം പോലും വേണ്ടാത്ത രീതിയിൽ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ അത്തരത്തിൽ ന്യൂസ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്, നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക എന്ന് പറയുന്ന ലെവലിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് PP ദിവ്യയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അത് മറിയക്കുട്ടി ഫേമസ് ആയത് അതുകൊണ്ടാണ്. മനസ്സിലായോ? ഈവൻ തുറന്നു പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അവിടെ ചെന്നൊരു ഷോ ഉണ്ടാക്കി, അതിന് ആവശ്യമുള്ളതിനേക്കാൾ വലിയ വെറുപ്പാണ് ജനത്തിനുണ്ടായത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് മൊത്തത്തിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിനെതിരെയുള്ള ഒരു ഇര കൂടിയാണ്. മനസ്സിലായി? അതുകൊണ്ട് ഈ പിണറായിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് ഈ PP ദിവ്യയും ഇവരെല്ലാവരെയും ആളുകൾ കാണുന്നത്. അതുകൊണ്ട് ഇനി ഇവർ വന്ന് എന്ത് തന്നെ പറഞ്ഞാലും അതൊന്നും ജനം. പാലക്കാട് ഈ കൃഷ്ണകുമാർ കൗൺസിലിലേക്ക് മത്സരിക്കുന്നു, മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്നു, നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, ലോകസഭയിലേക്ക് മത്സരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിരം ആളെ കണ്ട് ഒരു മടുപ്പ് വരില്ലേ അവിടെയുള്ള ആളുകൾക്ക്? അല്ല, ഇത് കൃഷ്ണകുമാർ പക്ഷേ ആ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും കൃഷ്ണകുമാർ പറയണ എൻ്റെ ബൂത്തിലും എൻ്റെ പഞ്ചായത്തിലും അതുപോലെ എൻ്റെ വാർഡിലും ഒക്കെ ഞാൻ 100% പഴയതിനേക്കാൾ നന്നായി ജയിക്കുമെന്നൊക്കെയാണ്. മലമ്പുഴയിൽ അദ്ദേഹം ഏതാണ്ട് 46,000 വോട്ട് 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ കേരളാദേശം ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് മറ്റുള്ള സ്ഥലത്ത് മാതിരി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ 9,000 വോട്ടിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ ആ മുന്നേറ്റം അല്ല, ഇതില് ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃഷ്ണകുമാറിന്റെ ഒരു മാത്രം കാര്യം കൊണ്ടല്ല നന്ദകുമാർ. ഇത് മൊത്തത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോ തൃശ്ശൂർ ഉണ്ടാവും എന്ന് പറയാൻ സുരേഷ് ഗോപിയുടെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ 3 സർവേകൾ നടത്തിയപ്പോൾ ആ 3 സർവേകളിൽ കണ്ടെത്തിയൊരു കാര്യം എന്താണെന്നറിയോ? പ്രധാനമന്ത്രിയാകാൻ മോദിയോടാണ് ആളുകൾക്ക് താല്പര്യം എന്നാണ്. പക്ഷെ ആ താല്പര്യത്തെ ഇവിടെ വോട്ടാക്കി മാറ്റാൻ ആർക്കും പറ്റിയിട്ടില്ല. ഈ പറയുന്ന കേരളത്തിലെ നേതാക്കന്മാർക്ക് പറ്റിയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്രമായ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ വരെ ഇപ്പോൾ ഹാഗിയ സോഫി പള്ളി മുതൽ നിരവധി ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും പക്ഷേ അത് മുഴുവൻ ഈ പറയുന്ന ലോക്കലിയുള്ള നേതാക്കന്മാരുടെ താല്പര്യം കൊണ്ട് മാത്രമല്ല വരുന്നത്. പക്ഷേ കൃഷ്ണകുമാർ അവിടെ കിട്ടാവുന്നതിൽ വെച്ച് നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന് ഒരു ലോക്കലി അടിസ്ഥാനത്തിൽ നോക്കിയാൽ. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ആവർത്തിക്കുകയാണ്, കുറച്ചുകൂടി ഒരു ക്രൗഡ് പുള്ളർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാള് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഇപ്പൊ UR പ്രദീപിനെ എത്ര പേർക്ക് അറിയാം? അവിടെ ചെന്നാൽ അറിയുന്നല്ല. അല്ല, അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അവർ MLA ആയിരുന്ന ഒരാളാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ എന്ന് പറഞ്ഞൊരു കേരളം മൊത്തം നമ്മളെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യം അതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും തട്ടി പത്തനംതിട്ടയിലേക്ക് മാറ്റിയിട്ടാണെങ്കിലും വേണമെങ്കിൽ ഈസിലി അവിടെ വരാൻ പറ്റും. കാരണം അങ്ങനെ ഒരു പ്രൊഫൈലുള്ള ഒരാളാണ്. പക്ഷേ മറ്റുള്ള ആളുകൾ അങ്ങനെ ഒരു പ്രൊഫൈലുള്ളവരല്ല, അവരവിടെ തന്നെ നിലനിൽക്കുന്ന ഒരാളുകളാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ BJPക്ക് അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ BJP ഭരണത്തിൽ ഇരിക്കുന്നതിനോടൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും ചില തിരിച്ചടികൾ നേരിട്ടതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സംഭവിച്ചത് ഞാൻ വിചാരിക്കുന്നത് അതുകൂടിയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ലോക്സഭയിൽ V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും അതുപോലെയുള്ള ആളുകൾ നിന്നെടുത്താണ് വോട്ട് കൂടിയത്. അതേസമയം ചാലക്കുടിയിൽ വോട്ട് കൂടിയില്ല. കാരണം ചാലക്കുടിയിൽ വോട്ട് കൂടാത്തതിൻ്റെ കാര്യം മറ്റേ BDJS മത്സരിക്കാൻ കൊടുത്തിട്ട് വോട്ട് കൂടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ ഫലത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ എല്ലാ കോമ്പിനേഷൻസും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് വോട്ട് കൂടിയിട്ടുള്ളത്. അങ്ങനെ കൂടുന്നെങ്കിൽ മാത്രമേ ഒരു സാധ്യതകളുള്ളൂ. പാലക്കാട് പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ 9300 വോട്ടിന് അവിടെ പുറകിലായിരുന്നു എന്ന് പറയുന്നത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് വലിയ ഡാമേജ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിയമസഭയിൽ ഒരിക്കലും ആ വോട്ടിംഗ് അനുസരിച്ചല്ല വരണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൊപ്പോർഷൻ നോക്കിയാൽ നമുക്കൊരു 15000 വോട്ടിനെങ്കിലും ഇവിടെ എന്ത് ചെയ്യാം. അതായത് ലോക്സഭയിൽ BJP വോട്ട് കൂടുമ്പോഴും അതിന്റെ ശക്തി പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഉണ്ടായില്ല. ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഫസ്റ്റിൽ കുറെ അടികൾ നടന്നു. അത് മുരളി വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുരളീൻ്റെ അത് എത്രമാത്രം എഫക്ട് ചെയ്യാൻ സാധ്യത? ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊന്നും വലിയ തോതിൽ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നത് ആ ട്രോളി വിഭാഗത്തോടെ അവർ ഒറ്റക്കെട്ടായി. അല്ല, അതാ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ അവിടെ സരിൻ പോകുന്നു. സരിൻ പോയപ്പോൾ ശരിക്കും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം സരിൻ പോയി സരിൻ്റെ 2 വാർത്താ സമ്മേളനങ്ങൾ കാണുന്നതുകൊണ്ട് ഇവൻ എന്തുകൊണ്ട് നേരത്തെ പോയില്ല എന്ന് ആളുകൾക്ക് തോന്നിപ്പോൾ. സരിൻ അത്ര ദുർബലമായ രീതിയിലാണ് വാദങ്ങളൊക്കെ ആദ്യം അവതരിപ്പിച്ചത്. എന്താ പറയേണ്ടത് സരിൻ തന്നെ അറിയാൻ പാടില്ല. പക്ഷെ അതിനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് AK ഷാനിബിൻ്റെ വാർത്താ സമ്മേളനമാണ്. AK ഷാനിബ് കുറച്ചുകൂടി കൃത്യമായി ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രോളി അതോടെ കംപ്ലീറ്റ് അവർക്ക് അനുകൂലമായി മാറ്റി. പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പം നമുക്കറിയാലോ മുരളീധരൻ കൂടി അവിടെ വന്നു. അപ്പോഴും ആളുകൾ പറയുന്ന പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഉത്സവവും ഒരു ഓളവും കൂടിയാണ്. ആ ഓളത്തിൻ്റെ പുറത്ത് ഈ ആടി നിൽക്കുന്ന വോട്ടുകളൊക്കെ ലാസ്റ്റത്തേക്ക് എന്ത് ചെയ്യും മാറാം. ഇപ്പോഴും പക്ഷേ അവിടെ ഒരു ചലഞ്ചുണ്ട്. നമ്മൾ 20-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് എടുക്കാൻ. ഇനിയും 7 ദിവസമുണ്ട്. ആ 7-8 ദിവസത്തിനിടക്ക് CPM എന്തൊക്കെ മണ്ടത്തരം കാണിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പാടില്ല. പിന്നെ കൃഷ്ണദാസിനെ CPM പോലെ പാർട്ടിക്കകത്ത് ഒരിക്കലും ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ NN കൃഷ്ണദാസ് വന്നിട്ട് ഈ ട്രോളി നിങ്ങൾ വലിച്ചെറിയുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് NN കൃഷ്ണദാസ് അവിടെ മത്സരിക്കണമെന്നുണ്ടായി തോന്നും. മാത്രമല്ല ഇറച്ചി കഷ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പട്ടികളെ പോലെ അല്ല, അതൊക്കെ ബോധപൂർവം ക്രിയേറ്റഡ് സാധനമാണ്. ഈ NN കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അദ്ദേഹം ബോധമില്ലാതെ വെളിവില്ലാതെ പറയുന്ന ഒരാളല്ല. കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായി അടിക്കുകയാണ് ചെയ്തേക്കണം. എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ അങ്ങോട്ട് എതിരായിക്കോട്ടെ എന്ന് പുള്ളി വിചാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം നന്ദകുമാറിന് ഓർമ്മയുണ്ടാവും. T ശിവദാസ മേനോൻ ഒരു പരിപാടിയിൽ അടിയേറ്റ് വീഴുമ്പോൾ, ഒരു പ്രക്ഷോഭത്തിൽ അടിയേറ്റ് വീഴുമ്പോൾ ഇതേ NN കൃഷ്ണദാസ് പുള്ളിയുടെ ചോര വാരി മേത്തേക്കാണ്. ഇത് തേച്ചതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം അന്ന് മീഡിയകൾ കവർ ചെയ്യുന്നുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായില്ല. എന്നിട്ട് അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചത് നമ്മൾ കേട്ട് അത്ഭുതപ്പെട്ടു. വേറൊരാളുടെ ചോര നിങ്ങളെന്തിനടുത്ത് മേത്തേക്കണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വാചകമുണ്ട് ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ടത്. ഞങ്ങളെങ്ങനെ വേറൊരാളുടെ ചോരയൊന്നും അലർജിയുള്ള ആളുകളല്ല. മനസ്സിലായ? അപ്പൊ അതായത് നിങ്ങളൊക്കെ ആണെങ്കിൽ വേറൊരാളുടെ ചോരയിൽ ഇപ്പൊ കൈ കൊണ്ടൊക്കെ തൊടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഞങ്ങൾക്ക് അത് അലർജി അല്ലെന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യാത്തവൻ വൃത്തികെട്ടവരാണെന്നുള്ളതിലൊക്കെയാണ്. വേറൊരാളുടെ തലയിലെ ചോര പെരട്ടിയിട്ട് എന്ത് ചെയ്യണം. സത്യത്തിൽ ഇയാൾക്ക് അടിയേറ്റില്ല. ഇതുപോലെയുള്ള കുറച്ച് കോമഡികളുണ്ട്. ഈ നമ്മുടെ K കരുണാകരനെ തടയാൻ വേണ്ടിയിട്ട് P രാജീവും
KM റോയ് എന്നൊക്കെ പറഞ്ഞ N സതീഷൊക്കെ ചെന്നു. അപ്പോൾ സത്യത്തിൽ അന്ന് KM റോയ് എന്ന് പറഞ്ഞാൽ എനിക്കൊണ്ട് ഏരിയ സെക്രട്ടറിയാണ് SFIയുടെ. അപ്പോൾ SFIയുടെ ഏരിയ സെക്രട്ടറി ചെന്ന് ഈ ഓടി വന്ന് ഭയങ്കരമായിട്ട് അടിച്ച് ഇവർ തകർത്തടിച്ച് വീഴ്ത്തി. 5-6 പേരെ ഓടിച്ചെന്നുള്ളൂ. അതിലടിച്ച് വീഴ്ത്തിയപ്പോൾ N സതീഷ് എന്ന് പറയുന്ന S ശർമ്മയുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇവിടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള N സതീഷ് എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു. ബാക്കിയുള്ള അടി സതീഷ് കൊണ്ടു. ഈ സതീഷ് കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്താണ്, പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ അതിന് ശേഷം ഇറങ്ങിയ പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ എന്താണെന്നറിയോ? SFIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഈ അടി കൊണ്ട് വീഴുന്നവരെ നോക്കി രോഷാകുലായി നിൽക്കുന്ന പി രാജീവ് എന്ന് പറഞ്ഞു. പി രാജീവിന് ഫോട്ടോ കൊടുത്തേക്കണേ, മനസ്സിലായി? അപ്പൊ ഈ അടി കൊണ്ടത് വീണത് കണ്ടിട്ട് ഓക്കെ, പി രാജീവിന് പോകാൻ പറ്റിയില്ല, പോലീസുകാർ തടഞ്ഞു, എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ അത് രോഷത്തോടു കൂടി നോക്കി നിൽക്കുന്ന പി രാജീവ്. അപ്പൊ അടി കൊണ്ടതിനേക്കാൾ വലിയതായി എന്ത് നോക്കി നിന്നുകൊണ്ട് രോഷപ്രകടനം കാണിക്കുന്നവർ. അപ്പൊ അതുപോലെയുള്ള പല അഭ്യാസങ്ങളും കാണിക്കാൻ തയ്യാറുള്ള ഒരാൾ. പാലക്കാട് ഈ RSSന്റെ വോട്ട്, RSSന്റെ വോട്ടല്ല, RSSന്റെ പ്രവർത്തനം, കേഡർ പ്രവർത്തനം, ഇപ്പൊ തൃശ്ശൂരിൽ അവർ ആ പ്രവർത്തനം നടത്തി എന്ന് പറയുന്നുണ്ട്. എല്ലാ വീടുകളും കയറിയും കൊണ്ടുള്ള ഒരു പ്രവർത്തനം, അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യാൻ സാധിക്കും? RSSന്റെ പ്രവർത്തനം കുറച്ച് എഫക്റ്റീവ് ആകാവുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ പാലക്കാട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ RSS ഇപ്പോൾ നേമത്താണെങ്കിലും അല്ലെങ്കിൽ പാലക്കാടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഒക്കെ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, അവിടെ തന്നെ അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ഒന്ന്. രണ്ടാമതൊരു കാര്യമുണ്ടെന്ന് എന്താ പറയുക, ഈ നമ്മളൊരു 20-25 കൊല്ലം മുമ്പ് ഒരു CPM കാരനായിരുന്നു ഒരു സഖാവാണെങ്കിൽ അവനെ പലപ്പോഴും നമുക്ക് ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ അവൻ മദ്യപിക്കുന്നുണ്ടാവില്ല, മറ്റേ വേറെ ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. 20-25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ഇപ്പോഴുള്ള ആളുകളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ ഇപ്പോഴുള്ള ആളുകളെ വീട്ടിൽ കയറ്റണമെങ്കിൽ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കണം. പക്ഷെ അത്തരത്തിൽ കുറച്ചുകൂടി ഒരു മുഖ ഉള്ള ആളുകളായിരിക്കും. യഥാർത്ഥത്തിൽ ഇപ്പം RSSന്റെ ഒരു പ്രവർത്തകരിൽ അങ്ങനൊരു സാധ്യത ഉണ്ട്. അത് ജനത്തിന് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും അവർ വരുന്നു, ആവശ്യങ്ങളിൽ അവർ ഇടപെടുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് അവർ ശരിക്കും അവിടെ ഇപ്പോൾ ശിവരാജൻ അടക്കമുള്ള ആളുകൾ നിന്നുകൊണ്ട് മറ്റേ മുനിസിപ്പാലിറ്റി തന്നെ പിടിക്കുന്നത്, പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ അവർക്ക് അവിടെ വലിയ തോതിലുള്ള സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, പാലക്കാടെന്ന് പറയുന്നത് അഗ്രഹാരങ്ങളും അതുപോലെ നിരവധി ആളുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ അവരുടെ ഒരു ഹിന്ദു ഐഡിയോളജി കുറച്ചുകൂടി ഈസിലി ആളുകളുടെ ഇടക്കോട്ട് നമുക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഹോൾഡ് ഉണ്ട്. ആ ഹോൾഡ് കൊള്ളത് കൊണ്ട് തന്നെ അവർ ഇപ്പോഴും ഈ തോറ്റാലും ഞാൻ പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളുകളായി അവിടെ തുടരും. കാരണം 40,000-45,000 വോട്ടെന്ന് പറഞ്ഞാൽ ഒരു അനുകൂല സംഭവം കൂടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു അനുകൂല സാഹചര്യം കൂടി ഉണ്ടായാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കയറാം. ആ കയറാവുന്ന സാഹചര്യമുള്ള ഈ കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലമാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ K സുരേന്ദ്രനൊക്കെ 269 വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്, 69 വോട്ടിനൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ അതിനേക്കാളും മഞ്ചേശ്വരത്ത്, പക്ഷെ അതിനേക്കാളും വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അത്. നമുക്ക് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ഷൻ നിർണയം അത്ര എളുപ്പമല്ല. അല്ല, എളുപ്പമല്ല. പക്ഷെ ഇതിന്റെ കിടക്കുള്ള കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ യഥാർത്ഥത്തിൽ അവിടെ 23% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്ലബ് ചെയ്ത് വരുന്നത് കൊണ്ടും ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പൊതുവെ മൊത്തത്തിൽ അത് കോൺഗ്രസിന് അനുകൂലമായി വരുന്നതുകൊണ്ടൊക്കെയാണ് കോൺഗ്രസ് ജയിച്ചു പോകുന്നത്. ഒന്ന്. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, അവിടെ തുറന്നു തന്നെ എന്തോ പറയുള്ളൂ, ഷാഫി പറമ്പിൽ പലപ്പോഴും ഇവരായിട്ട് വളരെ നല്ല ഡീലിങ്സിലാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവരുടെ ഒരു വോട്ടുകൾ പലതും ഷാഫി കൃത്യമായി മേടിക്കാറുണ്ട്. അപ്പോൾ അത് ഇത്തവണ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മേടിക്കുമെന്നുള്ളതിന് ഷാഫി പറമ്പിന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. അല്ല പ്രസ്റ്റീജ് പ്രശ്നം മാത്രമല്ല നന്ദകുമാർ, ഇത് സാധാരണ ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഒന്ന്, ഷാഫി പറമ്പിലിനെ എന്തിനു വടകരക്ക് വിട്ടു? ആ വിട്ടത് KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിൻ്റെ രാജ്യസഭാ സീറ്റ് അവിടെ ഇപ്പോൾ BJP ജയിച്ചു. രാജസ്ഥാനിലെ രാജ്യസഭയിൽ BJP ജയിച്ചു. രണ്ടാമത് ഇവിടെ ഇതും കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന BJPക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള ഓരോരുത്തർക്കും വലിയ തലവേദനയായിരിക്കും. അത് ഒന്ന്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷാഫിയുടെ നോമിനിക്ക് തന്നെ ഇത് വിട്ടുകൊടുത്തുകൊണ്ട് വേറെ ഒരാളും, സരിൻ പറഞ്ഞൊരു വാചകം ഓർക്കണ്ട, അത് കറക്റ്റാണ്, വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നാൽ പിന്നെ അവരെ ജയിപ്പിക്കുന്നതിൻ്റെ റിസ്ക് ആരായിട്ടെടുക്കും? ആ റിസ്ക് സ്വമേധയാ ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞ് കൃത്യമായി ഷാഫി ഏറ്റെടുത്തതുകൊണ്ട് ഒരു റിസ്ക്കും വേണ്ട, അവിടെ എന്ത് ചെയ്തേക്കാം, കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്തരത്തിൽ ഇത് വലിയ തോതിലുള്ള ഒരു പ്രശ്നമാണ് അവിടെ. ഒന്ന്. ഇനി രണ്ടാമത്തത്, BJPക്ക് വലിയ പ്രശ്നമാണ്. കാരണം ജയത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് ജയിക്കേണ്ടത് അവർക്ക് ആവശ്യമാണ്. മൂന്നാമത്, CPMനെ സംബന്ധിച്ചോളം
കൃത്യമായി 25% നിന്നൊരു 3% 2% വോട്ടെങ്ങാനും കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും BJP-യുമായിട്ടൊരു ഡീലുണ്ട് എന്ന് പറയുന്ന ഒരു ചീത്തപ്പേരിന് CPM വലിയ എത്രമാത്രം ശരിയായിരിക്കും ഡീൽ എന്ന് പറയുന്ന ഒരു കാര്യം? കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സാധനങ്ങളാണ് എല്ലാം ഉള്ളത്. തൃശ്ശൂരിൽ നടന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അല്ല, പിണറായിയുടെ ഡീൽ എനിക്ക് തോന്നുന്നത് പാലക്കാട് മാത്രമാണോ എന്നുള്ളതിലൊക്കെ എനിക്ക് പാലക്കാടും ചേലക്കരയും. അല്ല, എനിക്ക് തോന്നുന്നത് ഞാനിത് പറഞ്ഞേക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തലക്കെന്ന് വിചാരിക്കരുത്. എൻ്റെ ഒരു വിശ്വാസം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ എൻ്റെ ഒരു തോന്നലെന്ന് പറയുന്നത് മൊത്തമായിട്ട് BJP-യെ വളർത്തിക്കൊടുത്തേക്കാന്നും CPM-നെ തകർത്തേക്കാന്നും ആരെങ്കിലും വല്ല കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആരുമല്ല, കാരണം വെച്ചാൽ 5,000 കോടി രൂപയോ 10,000 കോടി രൂപയോ നമുക്ക് ഏതെങ്കിലും വിദേശ ഫണ്ടുകളിൽ കിട്ടിയാൽ ഇവിടെ ഈ പ്രസ്ഥാനം, കാരണം ഇനിയിപ്പോൾ പ്രസ്ഥാനം തകർന്നാൽ എന്ത് തകർന്നില്ലെങ്കിൽ സുരക്ഷിതമായി ഒരു സാധ്യത അതാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് കാരണം. അല്ലെങ്കിൽ ഈ ADGP MR അജിത് കുമാർ വെറുതെ പോയി ദത്താത്രേയ ഹോസബളയെ കാണും, വെറുതെ പോയി രാം മാധവിനെ കാണും. ഇനി രാം മാധവും ഈ ദത്താത്രേയ ഹോസബളയും ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട്, നമുക്ക് വൈകുന്നേരം പിരിവിടാന്ന് പറയുന്ന ആളുകളാണ്? അല്ലല്ലോ. അവർ ഗൗരവത്തിൽ രാഷ്ട്രീയം സമീപിക്കുന്നവരാണ്. അവരെന്തിനു വേണ്ടി ഇദ്ദേഹത്തെ കണ്ടു? ഒരു ഇതില്ല. ഇപ്പോൾ K. സുരേന്ദ്രൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ, തൃശ്ശൂർ പൂരം കലക്കിയത്, CPI അടക്കമുള്ള നിരവധി ആളുകൾ ആരോപണം ഉന്നയിച്ചിട്ടും മിണ്ടാത്തത്, ഇങ്ങനെ ഞാൻ പറയണത്, ഞാനിപ്പോൾ വേണമെങ്കിൽ ഇരുന്നൊരു 10 ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം, അതായത് BJP-ക്ക് അനുകൂലമായി. ഇനി ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കണം എന്തോമാരെ, ഈ മുനമ്പം ഇഷ്യൂ പരിഹരിക്കാനായിട്ട് വെറുതെ 1 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ പാടില്ലേ? നാളെ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ സക്കീർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ആ ക്ലെയിം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഞങ്ങൾ ആ ക്ലെയിം ഉപേക്ഷിച്ചു എന്ന് പറയണമെങ്കിൽ പേടിക്കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ പേടിക്കേണ്ടത്? ശരിക്കും മുസ്ലിം വിഭാഗത്തിൽ ഒരു വിഭാഗം എതിരാകുമെന്ന് പേടിക്കാം. അതുപോലുമില്ല. എന്താ കാര്യം എന്നറിയോ? ജമാഅത്ത് ഇസ്ലാമി പോലും മാറി, അവിടെ മുസ്ലിംസ് അടക്കമുള്ള ആളുകൾ. എന്നിട്ട് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞത്, വയനാടും കോഴിക്കോടും ഒക്കെ ഇന്ന് വീണ്ടും നോട്ടീസ് കൊടുത്തേക്കണം. വയനാട് ഇന്നുകൊണ്ട് നോട്ടീസ് കൊടുത്തേക്കണം. തൃശ്ശൂർ 3 സ്ഥലത്ത്. അതുപോലെ ഇവിടെ ഇനി അടുത്തത് എന്ത് ചെയ്യുന്നു, വേറെ ചെല്ലാനത്ത് വരുമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ഇത്തരം ഇഷ്യൂസ് എല്ലാം ലൈവാക്കി നിർത്തണമെന്ന് പിണറായി വിജയൻ 100% ആഗ്രഹിക്കുന്നു. ഇനി ഏറ്റവും തമാശ കൂടി പറയാം, 13-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 16-ാം തീയതി ചർച്ച വെച്ചു. 16-ാം തീയതി ചർച്ച വെച്ചു. 16-ാം തീയതി ചർച്ച 20-ാം തീയതി തെരഞ്ഞെടുപ്പായപ്പോൾ 28-ാം തീയതിക്ക് നീട്ടി വെച്ചു. എന്തിന്? അവിടെയാണ് പിണറായി വിജയൻ കൃത്യമായി ഈ മുനമ്പം ഇഷ്യൂ വെച്ചിട്ട് BJP-യെ വളർത്താനും അല്ലെങ്കിൽ BJP-യുടെ താല്പര്യപ്രകാരം അത് നിലനിർത്തി നിൽക്കാനും ആ ഇഷ്യൂ വലുതാക്കി നിർത്താനും ഉള്ള ഒരു തന്ത്രമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒരു സംശയമില്ല എനിക്ക് ആ കാര്യത്തിൽ. കാരണം ഇത് പിണറായി വിജയനെ പോലെ ഒരാളോ CPM-നെ പോലുള്ള ആളുകൾക്കോ ഇത് ബോധിക്കാത്തൊരു കാര്യമാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ബോധ്യത്തോടുകൂടി അവർ നടപ്പിലാക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെയുള്ള വലിയ ഫണ്ടിൻ്റെ ട്രാൻസാക്ഷൻ വലിയ സോഴ്സിബിലിറ്റി ഉണ്ടെന്ന്. രണ്ടാമത്തേത് ഒരു വലിയ സാധ്യത കൂടി ഉണ്ടെന്ന് പറയാം. അതെന്താണെന്നറിയോ? അതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, ഈ തൃശ്ശൂർ 44% ആയിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട്. ഇപ്പം ശരിക്കും അവിടെ ജയിക്കാൻ 39% മതി. ഈ ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ, ഞാനിപ്പോൾ അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല, പാലക്കാട് ഇപ്പോൾ ജയിക്കാൻ വെറും 39% മതി, 40% വോട്ട് വേണ്ട. എന്ന് പറഞ്ഞാൽ 3 ത്രികോണമായിട്ട് മത്സരം വരുമ്പോൾ യഥാർത്ഥത്തിൽ BJP കുറച്ചുകൂടി ഒന്ന് വളർന്നാൽ, കോൺഗ്രസിനകത്തുള്ള ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൂടി ഇപ്പുറത്തേക്ക് മാറിയാൽ, സ്വാഭാവികമായിട്ടും അടുത്ത തവണ ഈ പറയുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഹരിയാനയിലൊക്കെ BJP ജയിച്ചതുപോലെ തന്നെ പിണറായി വിജയനോട് വീണ്ടും ഭരണം ഉറപ്പിക്കാം. ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആളുകൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ 2026-ൽ BJP പിന്തുണയോടെ CPM അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. അത് ഇതുകൊണ്ടാണ്. അതായത് ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ BJP കൃത്യമായി ഉപയോഗപ്പെടുത്താം. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? RC മുതൽ റോമൻ കാത്തലിക് മുതൽ, ശരിക്കും പറഞ്ഞാൽ കാത്തലിക് മുതൽ ഈ ലാറ്റിൻ കാത്തലിക് വരെയുള്ള മുഴുവൻ ആളുകളും എന്തായി, മുനമ്പത്തിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാന്നായി. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാലത്തിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ടും എറണാകുളം മുതൽ കോട്ടയം വരെയുള്ള എത്ര സീറ്റ് നഷ്ടപ്പെടും? അപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടാൽ നാച്ചുറലി ശരിക്കും അവിടെയൊക്കെ തന്നെ വോട്ട് പോയാൽ CPM-നും LDF-നും ജയിക്കാൻ കഴിയും. അപ്പോൾ ആ 2 സാധ്യതകളാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത്. ഈ പാലക്കാട് എത്രമാത്രം ഈ മുനമ്പം ഇഷ്യൂ, പാലക്കാട് ഇപ്പോൾ മുനമ്പം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15,000-16,000 വോട്ടുകളെ പറയുള്ളൂ. അത് മുഴുവൻ ആളുകളിലേക്കൊന്നും ഇപ്പം ആ മുനമ്പം ഇഷ്യൂ എന്ത് ചെയ്യില്ല, എത്തില്ല. അതിൻ്റെ ഒരു ഭാഗമല്ലേ കൃഷ്ണകുമാർ മുനമ്പം പോയി സന്ദർശിച്ചത്. കൃഷ്ണകുമാർ കത്തിച്ച് സുരേന്ദ്രൻ തന്നെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. 4,000 അല്ല, അവിടെയൊക്കെയാണ് എനിക്ക് സംശയം. ഒരു 4,000-5,000 വോട്ടുകൾ വേണമെങ്കിൽ കൃഷ്ണകുമാറിലേക്ക് പോകണമെങ്കിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മുനമ്പം പക്ഷേ വലിയൊരു സാധ്യതയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം.
മനസ്സിലായോ? കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചാൽ വഖഫിനെ പിൻവലിച്ചാൽ മതി, പ്രശ്നം പരിഹരിക്കും. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ പ്രശ്നം നിലനിർത്തുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആ സാധ്യതകൾ ഇപ്പോൾ വയനാട് എന്തായാലും, പക്ഷേ ഇപ്പോൾ വോട്ട് കുറഞ്ഞാലും കൂടിയാലും ഒന്നും അത് പ്രിയങ്കയെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ച്, ചേലക്കരയെ സംബന്ധിച്ച്, ഈ CPM അതേപോലെ BJP അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എഫക്ട്? കാരണം തൃശ്ശൂരിൽ അത് നടന്നു എന്ന് നമുക്ക് വ്യക്തമായി വിശ്വസിക്കാമല്ലോ. അല്ല, ഞാൻ അന്ന് നന്ദകുമാറിനോട് പറഞ്ഞ, നന്ദകുമാറിന് ഓർമ്മയുണ്ടോ, ഒരു മാസം മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പിണറായി വിജയൻ ചെന്ന് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പറോട് പറഞ്ഞാൽ പോലെ ഒരു വോട്ട് മാറ്റി ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ റീഡിങ് തെറ്റിപ്പോയത്, അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കിയതിൻ്റെ ഒരു കുഴപ്പം, പിണറായി വിജയൻ അങ്ങനെ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയല്ല ചെയ്യാൻ പോണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എൻഫോഴ്സ്മെന്റിന് തൃശ്ശൂരിൽ CPMന്റെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി അയാൾ നിർബന്ധിതനായി തീർന്നു. അതെ, അല്ല, അതാ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റ്, അതുപോലെ പിണറായി വിജയൻ എന്ത് ചെയ്തു, പോലീസിനെ ഉപയോഗിച്ച് പൂരം കലക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു അങ്കിത് അശോകൻ, ശരിക്കും അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്കിത് അശോകൻ കലക്കി. അങ്കിത് അശോകനെ പോലെ ഏതെങ്കിലും ഒരു പോലീസ് കമ്മീഷണർക്ക് ഒരു തൃശ്ശൂർ പൂരം കലക്കാനുള്ള ധൈര്യം ഉണ്ടാവുക? പിണറായി തീരുമാനിക്കാതെ അനങ്ങില്ല. പിണറായി തീരുമാനിച്ച് എഴുതി കൃത്യമായി ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് MR അജിത് കുമാർ അവിടെ നിർത്തിയാലല്ലാതെ ഈ പണി നടക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി നന്ദകുമാർ ഒന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് ചെയ്ത ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്താണെന്നറിയാമോ? കെ രാജനെയും സുനിൽകുമാറിനെ, കെ രാജൻ മന്ത്രിയാണ്, അങ്ങോട്ട് വിട്ടില്ല. പകരം സുരേഷ് ഗോപി സംവിധാനത്തോടു കൂടി അങ്ങോട്ട് വിട്ടു. ആംബുലൻസിന് മുന്നിലും പിന്നിലും RSSന്റെ ആളുകളെ വിട്ടു. തില്ലങ്കേരി അടക്കം മുന്നിലാക്കി വിട്ടു. ആ മറ്റേ സ്ത്രീയുടെ തോളത്ത് കൈവച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, കേസെടുത്തു. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാന്റ് പരിപാടിയാണ്. ആ പ്ലാന്റ് പരിപാടികൾ ഇപ്പൊ സത്യത്തിൽ മുനമ്പത്തിന്റെ കേസിൽ പോലും നടക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് നന്ദകുമാരോട് ചോദിക്കട്ടെ, ഒരു 10-15 സീറ്റ് അല്ലെങ്കിൽ പോട്ടെ 25 സീറ്റ് BJP ജയിച്ച CPMന് എന്താ കുഴപ്പം? ഒന്നുമില്ല. കോൺഗ്രസിന്റെ തകർച്ചയാണ് അവര് അവിടെ കാണുന്നത്. ഭരണം കിട്ടും ചെയ്തു. ഇനി അപ്പൊ എല്ലാരും വിചാരിക്കും CPM തകർന്നു പോയില്ലത്. തകർന്ന എന്താ കുഴപ്പം? പിണറായി വിജയൻ സാറ്റിസ്ഫൈ. ഒരു തവണയും കൂടി ഭരണം കിട്ടും, മതി. ഒരു തവണയും കൂടി ഭരണം. അതിന്റെ അടുത്ത പ്രാവശ്യം BJP വിജയിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ഇത് പഠിക്കാഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ തകർന്നു എന്ന് പറഞ്ഞല്ലോ. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടുത്തെ പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കൊന്നും ഒന്നും സംഭവിച്ചില്ല. എന്താ കാര്യം? അവരൊക്കെ ബില്യണേഴ്സായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസറ്റ് കുന്നുകൂട്ടിയിരുന്നു. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന കേരളത്തിലൊക്കെ സംഭവിച്ച കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിലെ CPMന്റെ ഏരിയ സെക്രട്ടറി ഉള്ള ആളുകൾ അടക്കം കോടീശ്വരന്മാരായി. അതെ, അത് പിണറായി വിജയന്റെ ഒരു ഗ്യാങ് ആണത്. അതേസമയത്ത് നവീൻ ബാബു അടക്കമുള്ള സാധാരണക്കാർക്ക് ഒരു പ്രതീകമാണല്ലോ. സാധാരണക്കാർക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെ. മറ്റേ ഗ്യാങ്ങാണ് ഭരിക്കുന്നത്. അല്ല, ഈ ഐഡിയോളജിയിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളെ മുഴുവൻ ഇവര് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി അടിമകളാക്കി. അത് ഇപ്പൊ എറണാകുളത്ത് പോലും അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ പറയുന്നില്ല പേരുകളിലേക്കൊന്നും. അങ്ങനെ ഒഴിവാക്കി. പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ അടക്കമുള്ള സ്റ്റാഫുകളുടെ ജില്ലാ സെക്രട്ടറിക്ക് എങ്ങനെയാണ് നന്ദകുമാർ ശരിക്കും അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും CPMകാരനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എൻ്റെ വാക്ക് കേട്ടിട്ട്. അതായത് BMW മിനി കൂപ്പർ മേടിക്കുന്നു, അതും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ആ മിനി കൂപ്പർ മേടിച്ചിട്ട് അത് ഫേസ്ബുക്കിൽ ഇടുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക്. അത്രയും അവരവിടെ എത്തിക്കഴിഞ്ഞു. മനസ്സിലായി? അത്രയും എത്തിക്കഴിഞ്ഞു. പാർട്ടി സെറ്റപ്പ് അങ്ങനെ. ഇനി അടുത്തൊരു വാചകം, ആ ലൈൻ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാനന്ന് നാരദ ന്യൂസിൽ വീഡിയോയാണ് മാത്യു സാറിൻ്റെ ഒപ്പം. ആ ലൈൻ എന്താണെന്നറിയാമോ? മകനൊരു ആഗ്രഹം പറഞ്ഞു ബർത്ത്ഡേക്ക്, അത് മേടിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. സത്യത്തിൽ നേരത്തെ ആണെങ്കിൽ അത് മേടിച്ചാൽ പോലും അത് മിക്കവാറും അയൽവക്കക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വണ്ടി ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞാൽ അവരെന്ത് പറയാൻ പോണത്. അപ്പോൾ ആ ലെവലിലേക്ക് ഈ സംഭവം എത്തിക്കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടണവരൊക്കെ എന്ത് ചെയ്താൽ മതി, നിന്നാൽ മതി. അല്ലാത്തവരൊന്നും എന്ത് ചെയ്യണമെന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ വിദേശത്ത് എത്തിച്ച പണത്തിൻ്റെ കണക്കെല്ലാം BJPന്റെ കൈവശമുണ്ട്. ബാക്കിയെല്ലാം കൈവശമുണ്ട്. പറയുന്ന പോലെ അനുസരിക്കുക, ഇല്ലെങ്കിൽ പിടിച്ചകത്താക്കുക എന്നുള്ള ഭീഷണി നിൽക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ BJP വളർത്തുന്ന നേതാവായിട്ട് അല്ല, ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചോ ഒരു പ്രശ്നമില്ല. ടെൻഷൻ ആവശ്യം. ഞാൻ പറയുന്ന 2 സാധ്യതകളുള്ളൂ. ഒന്ന് വലിയ തോതിലുള്ള ഫണ്ടിങ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ 2 സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്. അടുത്ത തവണയും കൂടി നിങ്ങൾ ഭരിച്ചോ, കുഴപ്പമില്ല. അതിനകം ഞങ്ങൾ എന്ത് ചെയ്താൽ മതി, വളർന്നാൽ മതി. കോൺഗ്രസ് വരരുത്.